Hi all, +1 ബോട്ടണിയിലെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ടോപ്പിക് പ്രോകാരിയോട്ടിക് സെൽസ്. ദേ ഹാവ് നോ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആൻഡ് ഓർഗനൽസ്. ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രോകാരിയോട്ടിക് സെൽ. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ് പ്രോകാരിയോട്ടിക് സെൽ. ഓക്കെ, ദേ ഹാവ് നോ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആൻഡ് ഓൾസോ സെൽ ഓർഗനൽസ്. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ് പ്രോകാരിയോട്ടിക് സെൽ. യൂകാരിയോട്ടിക് സെല്ലിൽ കാണുന്ന എല്ലാ സെൽ ഓർഗനൽസും പ്രോകാരിയോട്ടിക് സെല്ലിൽ ആബ്സെൻ്റ് ആയിരിക്കും. യൂകാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലെക്സ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പോലുള്ള സെൽ ഓർഗനൽസ് പ്രസൻ്റ് ആണ്. പക്ഷേ പ്രോകാരിയോട്ടിക് സെൽ ഓർ പ്രോകാരിയോട്സിൽ ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ് ആബ്സെൻ്റ് ആണ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ ആൻഡ് PPLO. PPLO എക്സ്പാൻഡ് ചെയ്താൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. പ്രോകാരിയോട്സിന് എക്സാമ്പിൾസ് ആണ് വിച്ച് ആർ ദേ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ ആൻഡ് PPLO. PPLO എക്സ്പാൻഡ് ചെയ്ത് ഓർമ്മ വേണം, ദാറ്റ് ഈസ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ബാക്ടീരിയ ഹാവ് 4 ബേസിക് ഷേപ്സ്: Bacillus rod shaped, coccus spherical, Vibrio comma and Spirillum spiral shaped. ബാക്ടീരിയ 4 ബേസിക് ബോഡി ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റോഡ് പോലെ ഷേപ്പുള്ള ബേസില്ലസ്, സ്ഫെറിക്കൽ ഷേപ്പുള്ള കോക്കസ്, കോമ ഷേപ്പുള്ള വിബ്രിയോ ആൻഡ് സ്പൈറൽ ഷേപ്പിൽ കാണുന്ന സ്പൈറില്ലം. സോ ബാക്ടീരിയ പ്രോകാരിയോട്ടിക് സെൽസിന് എക്സാമ്പിളാണ്. പ്രോകാരിയോട്ടിക് സെൽസിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Cell wall and cell membrane is seen except in mycoplasma. Mesosomes, that is extensions of plasma membrane, are seen. Prokaryotic സെല്ലിനെ കവർ ചെയ്ത് സെൽ എൻവലപ്പ് കാണാം, ദാറ്റ് ഈസ് സെൽ വാൾ ആൻഡ് സെൽ മെംബ്രെയിന് കാണാം. പ്ലാസ്മ മെംബ്രെയിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ് മീസോസോം. ദാറ്റ് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ആ സ്ട്രക്ചറിനെയാണ് മീസോസോംസ് എന്ന് പറയാം. റൈബോസോംസ് ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ് ആർ സീൻ. പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണുന്ന സെൽ ഓർഗനലാണ് റൈബോസോംസ്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോമിൽ വെച്ചാണ്. ആൻഡ് ഓൾസോ ഇൻക്ലൂഷൻ ബോഡീസ് ആർ സീൻ. ഇൻക്ലൂഷൻ ബോഡീസ് കൂടി കാണാം. പ്രോകാരിയോട്ടിക് സെൽസിൽ റിസർവ് മെറ്റീരിയൽ സൂക്ഷിക്കുന്നത് ഇൻക്ലൂഷൻ ബോഡീസിലാണ്. സോ റൈബോസോം പ്രസൻ്റ് ആണ്, ഇൻക്ലൂഷൻ ബോഡീസ് പ്രസൻ്റ് ആണ്. നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സ്. ജനറ്റിക് മെറ്റീരിയൽ നോട്ട് കവേർഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ. ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഈസ് DNA കവർ ചെയ്ത് ന്യൂക്ലിയർ മെംബ്രെയിന് കാണില്ല, ന്യൂക്ലിയർ മെംബ്രെയിന് ആബ്സെൻ്റ് ആയിരിക്കും. ജീനോമിക് DNA ആൻഡ് പ്ലാസ്മിഡ് ആർ സീൻ. ജീനോമിക് DNA ദാറ്റ് ഈസ് പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ മെയിൻ DNA. അതുകൂടാതെ ജീനോമിക് DNAക്ക് പുറത്ത് വേറൊരു DNA കൂടി കാണാം, ദാറ്റ് ഈസ് പ്ലാസ്മിഡ് DNA. ജീനോമിക് DNA ആൻഡ് പ്ലാസ്മിഡ്സ് ആർ സീൻ. പ്ലാസ്മിഡ് ഇസ് ദ സർക്കുലാർ DNA സീൻ ഔട്ട്സൈഡ് ദ ജീനോമിക് DNA. സർക്കുലാർ DNA ആണ് പ്ലാസ്മിഡ് DNA. സോ പ്രോകാരിയോട്ടിക് സെൽസിൽ 2 DNA കാണാം. മെയിൻ DNA അതായത് ജീനോമിക് DNA ആൻഡ് അതിന് പുറമെ കാണുന്ന സർക്കുലാർ DNA ഓർ പ്ലാസ്മിഡ്. ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മിഡ് DNA? പ്ലാസ്മിഡ് DNA ഹെൽപ്സ് ഇൻ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോകാരിയോട്ടിക് സെൽസിനെ സഹായിക്കുന്നത് പ്ലാസ്മിഡ് DNA ആണ്. നെക്സ്റ്റ് ടോപ്പിക് യൂകാരിയോട്ടിക് സെൽ. സെല്ലിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. സോ നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് സെൽ മെംബ്രെയിൻ. സോ സെൽ മെംബ്രെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡലാണ്, എങ്ങനെയാണ് സെൽ മെംബ്രെയിൻ എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ, പ്രപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ ഇൻ 1972. സോ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. ഇൻ വിച്ച് ഇയർ? ഇൻ 1972. ഇവിടെ തന്നിട്ടുള്ള ഫിഗറിൽ കാണുന്നതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. സിംഗർ ആൻഡ് നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രകാരം സെൽ മെംബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ടാണ്. ഓക്കെ, ഫോസ്ഫോലിപ്പിഡ്സ് ആർ ഇൻ ഫോം ഓഫ് 2 layers, ദാറ്റ് ഈസ് ബൈ ലെയർ. ദ പോളാർ ഹെഡ് ടുവേർഡ്സ് ദ ഔട്ടർ സൈഡ് ആൻഡ് നോൺ പോളാർ ടെയിൽ ടുവേർഡ്സ് ദ ഇന്നർ സൈഡ്. സെൽ മെംബ്രെയിനിൽ കാണുന്ന ഫോസ്ഫോലിപ്പിഡ്സ് ആണ്, ദാറ്റ് ഈസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുള്ള ലിപ്പിഡ്സ്. ബൈ ലെയറായാണ് കാണുക, ദാറ്റ് ഈസ് 2 ലെയറായാണ് ലിപ്പിഡ്സ് കാണുന്നത്. ഫോസ്ഫോലിപ്പിഡ്സ് ആർ ഇൻ ഫോം ഓഫ് 2 layers, ദാറ്റ് ഈസ് ബൈ ലെയർ. 2 ലെയറായാണ് ഫോസ്ഫോലിപ്പിഡ് മെംബ്രെയിൻ കാണുന്നത്. ദ പോളാർ ഹെഡ് ടുവേർഡ്സ് ദ ഔട്ടർ സൈഡ് ആൻഡ് നോൺ പോളാർ ടെയിൽ ടുവേർഡ്സ് ദ ഇന്നർ സൈഡ്. നൗ ഒബ്സർവ് ദിസ് ഫിഗർ. 2 ലെയറിലായാണ് ലിപ്പിഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിപ്പിഡ്സിന് 2 എൻഡുകൾ കാണുന്നുണ്ട്, പോളാർ ഹെഡും നോൺ പോളാർ
ടെയിലും. ഓക്കെ, പോളാർ ഹെഡ് ആൻഡ് നോൺ പോളാർ ടെയിൽ. പോളാർ ഹെഡ് ഹൈഡ്രോഫിലിക് ആണ്, വാട്ടറിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ടെയിൽ ഹൈഡ്രോഫോബിക് ആണ്, ദാറ്റ് ഈസ് വാട്ടറിനോട് അറ്റാച്ച്മെൻറ്റ് ഇല്ല. എങ്ങനെയാണ് പോളാർ ഹെഡ് കാണുന്നത്? പുറത്തേക്ക് പ്രോജക്റ്റ് ചെയ്താണ് പോളാർ ഹെഡ് കാണുന്നത്. നോൺ പോളാർ ടെയിൽ കാണുന്നത് അകത്തേക്ക് പ്രോജക്റ്റ് ചെയ്താണ്. ദാറ്റ് ഈസ് ദ പോളാർ ഹെഡ് ഈസ് ഫേസിംഗ് ടുവാർഡ്സ് ദ ഔട്ടർ സൈഡ് ആൻഡ് നോൺ പോളാർ ടെയിൽ ടുവാർഡ്സ് ദ ഇന്നർ സൈഡ്. Into this bilayer, proteins are arranged in a mosaic or scattered manner. സെൽ മെംബ്രെയിനിൽ കാണുന്ന മറ്റൊരു കമ്പോണൻ്റ് ആണ് പ്രോട്ടീൻ. സെൽ മെംബ്രെയിനിൽ അറേഞ്ച് ചെയ്താണ് പ്രോട്ടീൻസിനെ കാണാം. ആൻഡ് ദീസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ആർ ഓഫ് 2 types. 2 ടൈപ്പ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ട്. ദേ ആർ ഇൻറ്റിഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ്. ഇൻറ്റിഗ്രൽ പ്രോട്ടീൻസ് മീൻസ് പാർഷ്യലി ഓർ ടോട്ടലി ബറീഡ് ഇൻ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ ബറി ചെയ്ത്, ദാറ്റ് ഈസ് സെൽ മെംബ്രെയിനിൻ്റെ അകത്ത് കാണുന്ന പ്രോട്ടീൻസ് ആണ് integral proteins, and peripheral proteins means lie on the surface of the membrane. സെൽ മെംബ്രെയിനിൻ്റെ സർഫസിലാണ് പെരിഫറൽ പ്രോട്ടീൻസിനെ കാണുന്നത്. യു ക്യാൻ ഒബ്സർവ് ദ ഫിഗർ. ഇൻറ്റിഗ്രൽ പ്രോട്ടീൻസും കാണാം, പെരിഫറൽ പ്രോട്ടീൻസും കാണാം. സെൽ മെംബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്പോർട്ട് ഓഫ് ദ മോളിക്യൂൾസ്, പാസീവ് ട്രാൻസ്പോർട്ട് വിത്തൗട്ട് എനർജി, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വിത്ത് എനർജി, ആൻഡ് ഓൾസോ ഓസ്മോസിസ്. മോളിക്യൂൾസ് ഓർ സബ്സ്റ്റൻസസ് സെല്ലിനകത്തേക്കും സെല്ലിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യുന്നത് സെൽ മെംബ്രെയിൻ വഴിയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. എനർജി യൂസ് ചെയ്യാതെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടിംഗ് മെത്തേഡാണ് പാസീവ് ട്രാൻസ്പോർട്ട്. എനർജി യൂസ് ചെയ്ത് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന മെത്തേഡാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മെത്തേഡാണ് ഓസ്മോസിസ്. സോ സെൽ മെംബ്രെയിൻ മോളിക്യൂൾസിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു. Second function, due to the fluid nature, the plasma membrane can help in cell growth, formation of intercellular junctions, secretion, endocytosis, cell division, etc. സെൽ മെംബ്രെയിൻ സെൽ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്, ഇൻ്റർസെല്ലുലാർ ജംഗ്ഷൻ ഫോം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, അതായത് 2 സെല്ലിൻ്റെ ഇടയിൽ ജംഗ്ഷൻ ഫോം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സെക്രീഷൻ, എൻഡോസൈറ്റോസിസ്, സെൽ ഡിവിഷൻ, ഇതിനൊക്കെ സെൽ മെംബ്രെയിൻ സഹായിക്കുന്നുണ്ട്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ടോപ്പിക് മൈറ്റോകോൺഡ്രിയ. യുക്കാരിയോട്ടിക് സെൽസിൽ കാണുന്ന സെൽ ഓർഗനലാണ് മൈറ്റോകോൺഡ്രിയ. എ മൈറ്റോകോൺഡ്രിയൻ ഈസ് എ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ വിത്ത് ദ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ദ ഇന്നർ മെംബ്രെയിൻ. മൈറ്റോകോൺഡ്രിയയെ കവർ ചെയ്ത് ഡബിൾ മെംബ്രെയിൻ കാണാം, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. സോ ദർ ആർ 2 മെംബ്രെയിൻസ് കവറിംഗ് മൈറ്റോകോൺഡ്രിയ. ഏതൊക്കെയാണ്? ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ദ ഔട്ടർ മെംബ്രെയിൻ ഈസ് സ്മൂത്ത്, ഇന്നർ മെംബ്രെയിൻ ഹാവ് മെനി ഇൻഫോൾഡിങ്സ് കോൾഡ് ക്രിസ്റ്റേ. ഔട്ടർ മെംബ്രെയിന് സ്മൂത്ത് ആണ്, ഇന്നർ മെംബ്രെയിൻ മൈറ്റോകോൺഡ്രിയയുടെ അകത്തേക്ക് ഫോൾഡ് ചെയ്താണ് കാണുന്നത്. ദാറ്റ് ഈസ് അകത്തോട്ട് കാണുന്ന ഇൻഫോൾഡിങ്സിനെ പറയുന്നത് ക്രിസ്റ്റേ എന്നാണ്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ക്രിസ്റ്റേ? ദ ഇൻക്രീസ് ദ സർഫസ് ഏരിയ. മെംബ്രെയിനിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് ക്രിസ്റ്റേ ആണ്, അതായത് ഇൻഫോൾഡിങ്സ് ആണ്. ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ ഔട്ടർ മെംബ്രെയിന് കാണാം, ഇന്നർ മെംബ്രെയിന് കാണാം. ഇന്നർ മെംബ്രെയിനിൻ്റെ ഇൻഫോൾഡിങ്സ് ആണ് ക്രിസ്റ്റേ. ദ ഇന്നർ കമ്പാർട്ട്മെൻറ്റ് ഈസ് കോൾഡ് ദ മാട്രിക്സ്. മൈറ്റോകോൺഡ്രിയയുടെ അകത്ത് കാണുന്ന സ്പേസ് ഓർ കമ്പാർട്ട്മെൻറ്റിനെയാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. മാട്രിക്സ് പോസസ് എ സർക്കുലാർ DNA, a few RNA molecules, ribosomes, 70 years ribosomes and components for protein synthesis. ഈ മാട്രിക്സിനകത്ത് എന്തൊക്കെ കാണാം? ദാറ്റ് ഈസ് സർക്കുലാർ DNA കാണാം, RNA molecule, 70 years ribosome and components for protein synthesis. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ കമ്പോണൻസും കാണാം. ഒബ്സർവ് ദ ഫിഗർ ഓഫ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ സ്ട്രക്ചർ നോക്കാം. മൈറ്റോകോൺഡ്രിയയെ കവർ ചെയ്ത് കാണുന്ന ഡബിൾ മെംബ്രെയിൻ ആണ് ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിനിൻ്റെ ഇൻഫോൾഡിങ്സ് ആണ് ക്രിസ്റ്റേ. സോ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നത് ക്രിസ്റ്റേ ആണ്. മൈറ്റോകോൺഡ്രിയയുടെ അകത്ത് കാണുന്ന സ്പേസ് ആണ് മാട്രിക്സ്. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ? മൈറ്റോകോൺഡ്രിയ ആർ ദ സൈറ്റ്സ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിൽ വെച്ചാണ്. എയറോബിക് റെസ്പിറേഷൻ മീൻസ് റെസ്പിറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന റെസ്പിറേഷനാണ് എയറോബിക് റെസ്പിറേഷൻ. ദേ പ്രൊഡ്യൂസ് എനർജി ഇൻ ദ ഫോം ഓഫ് ATP. സോ ദേ ആർ കോൾഡ് പവർ ഹൗസ് ഓഫ് ദ സെൽ. എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്നത് മൈറ്റോകോൺഡ്രിയ ആണ്. അതുകൊണ്ട് മൈറ്റോകോൺഡ്രിയയെ സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയും. സോ മൈറ്റോകോൺഡ്രിയ ഈസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ പ്രൊഡ്യൂസ് എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ആൻഡ് നെക്സ്റ്റ് സെൽ ഓർഗനൽ പ്ലാസ്റ്റിഡ്സ്. ദേ ആർ സീൻ ഇൻ പ്ലാന്റ് സെൽസ് ആൻഡ് യുഗ്ലിനോയിഡ്സ്. പ്ലാന്റ് സെല്ലിലും യുഗ്ലിനോയിഡ്സിലും കാണുന്ന സെൽ ഓർഗനൽസ് ആണ് പ്ലാസ്റ്റിഡ്സ്.
They impart color to plants. Based on the type of pigments, they are classified into 3 types. പ്ലാസ്റ്റിഡ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏത് പിഗ്മെൻ്റ് ആണ് കാണുന്നത് എന്നതിൻ്റെ ബേസിൽ പ്ലാസ്റ്റിഡ്സിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ ദേ ആർ ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. സോ 3 ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് ആണ്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. First one, chloroplast, contain chlorophyll and carotenoid pigments. They trap light energy for photosynthesis. Chloroplastil കാണുന്ന pigments ഏതൊക്കെയാണ്? Chlorophyll and carotenoids. And what is the function of chloroplast? They trap light energy for photosynthesis. Photosynthesisന് ആവശ്യമായ light energy trap ചെയ്യുന്നത് chloroplast ആണ്. Chromoplast, second type chromoplast, contain fat-soluble carotenoid pigments like keratin, xanthophylls, etc. This gives a yellow, orange or red color. Chromoplastൽ കാണുന്ന pigments ആണ് keratin, xanthophylls. Plantsൽ yellow, orange or red color impart ചെയ്യുന്നത് chromoplast ആണ്. And third type of plastid, leucoplast, colorless plastids with stored nutrients. Colorless plastids ആണ് leucoplast. അത് നോട്ട് ചെയ്ത് വെക്കുക. And what is its function? They store nutrients. Food store ചെയ്യുന്നത് leucoplast ആണ്. And there are 3 types of leucoplast. They are amyloplast, eleoplast and alluroplast. 3 ടൈപ്പ് leucoplast ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ amyloplast, സ്റ്റോർ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന leucoplast ആണ് amyloplast. എക്സാമ്പിൾ പൊട്ടാറ്റോ. ആൻഡ് eleoplast സ്റ്റോർ ഓയിൽ ആൻഡ് ഫാറ്റ്. ഓയിലും ഫാറ്റും സ്റ്റോർ ചെയ്യുന്നത് eleoplast ആണ്. അല്യൂറോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്യുന്നത് അല്യൂറോപ്ലാസ്റ്റ് ആണ്. സോ പ്ലാസ്റ്റിഡ്സ് 3 ടൈപ്പ് ഉണ്ട്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. അതിൽ ല്യൂക്കോപ്ലാസ്റ്റ് 3 ടൈപ്പ് ഉണ്ട്: എമൈലോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ് ആൻഡ് അല്യൂറോപ്ലാസ്റ്റ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത് ക്ലോറോപ്ലാസ്റ്റിനെ പറ്റിയാണ്. ദീസ് ആർ ദ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് മെയിൻലി ഫൗണ്ട് ഇൻ മീസോഫിൽ സെൽസ് ഓഫ് ദ ലീവ്സ്. ലീവ്സിൻ്റെ മീസോഫിൽ സെൽസിൽ കാണുന്ന പ്ലാസ്റ്റിഡ്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് ഈസ് കവേർഡ് ബൈ ഡബിൾ മെംബ്രെയിൻ. ക്ലോറോപ്ലാസ്റ്റിനെ കവർ ചെയ്ത് ഡബിൾ മെംബ്രെയിൻസ് കാണാം, 2 മെംബ്രെയിൻസ് കാണാം. ദ റീജിയൻ ഇൻസൈഡ് ദ മെംബ്രെയിൻ ഈസ് കോൾഡ് സ്ട്രോമ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്തുള്ള റീജിയൻ ഓർ സ്പേസിനെ പറയുന്നത് സ്ട്രോമ എന്നാണ്. ഇറ്റ് കണ്ടെയ്ൻസ് സ്മോൾ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലാർ DNA മോളിക്യൂൾസ്, റൈബോസോംസ് ആൻഡ് എൻസൈംസ്. സോ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് കാണുന്ന സ്പേസ് ആണ് സ്ട്രോമ. സ്ട്രോമയിൽ എന്തൊക്കെ കാണാം? സർക്കുലാർ DNA, റൈബോസോംസ് ആൻഡ് എൻസൈംസ് കാണാം. It contains many flattened sacs called thylakoids. Thylakoids are arranged in stacks called grana. സ്ട്രോമക്കകത്ത് കാണുന്ന ഡിസ്ക് പോലെ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് തൈലക്കോയിഡ്സ്. ഓക്കെ, ഒരുപാട് തൈലക്കോയിഡ്സ് ഒന്നിന് മേലെ ഒന്നായി അറേഞ്ച് ചെയ്താണ് കാണുന്നത്. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെ, അതായത് ആ ഒരു സ്ട്രക്ചറിനെ ഗ്രാന എന്ന് പറയും. ഒബ്സർവ് ദ ഫിഗർ. അതിൽ ഡിസ്ക് പോലെ കാണുന്ന സ്ട്രക്ചറാണ് തൈലക്കോയിഡ്സ്. തൈലക്കോയിഡ്സ് ഒന്നിന് മേലെ ഒന്നായി അറേഞ്ച് ചെയ്ത് കാണാം, അതിനെ ഗ്രാന എന്ന് പറയും. ആൻഡ് ക്ലോറോഫിൽ ആൻഡ് അതർ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ തൈലക്കോയിഡ്സ്. തൈലക്കോയിഡ്സിൽ എന്തൊക്കെ കാണാം? ക്ലോറോഫിൽ പിഗ്മെൻറ്റ് കാണാം, മറ്റുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് കൂടി കാണാം. ഗ്രാന ആർ ഇൻ്റർ കണക്റ്റഡ് വിത്ത് മെംബ്രെയിൻ ട്യൂബ്സ് കോൾഡ് സ്ട്രോമ ലാമെല്ല. ഗ്രാനയെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത് സ്ട്രോമ ലാമെല്ലയാണ്. സോ ഒബ്സർവ് ദ ഫിഗർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിനെ കവർ ചെയ്ത് 2 മെംബ്രെയിൻസ് കാണാം, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്തുള്ള സ്പേസിനെ പറയുന്നത് സ്ട്രോമ എന്നാണ്. സ്ട്രോമക്കകത്ത് ഒരുപാട് ഡിസ്ക് ഷേപ്പുള്ള സ്ട്രക്ചേഴ്സ് കാണാം, തൈലക്കോയിഡ്സ്. ഈ തൈലക്കോയിഡ്സ് ഒന്നിന് മേലെ ഒന്നായി അറേഞ്ച് ചെയ്ത് കാണാം. ആ സ്ട്രക്ചറിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. ഈ ഗ്രാനയെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത് സ്ട്രോമ ലാമെല്ലയാണ്. നെക്സ്റ്റ് സെൽ ഓർഗനൽ, റൈബോസോംസ്. ഇറ്റ് ഈസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ജോർജ് പാലോഡ് ഇൻ 1953. റൈബോസോംസിൻ്റെ സ്ട്രക്ചർ ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ജോർജ് പാലോഡ്. ഇൻ വിച്ച് ഇയർ? 1953. ദേ ആർ നോൺ മെംബ്രാനസ് ഗ്രാനുലാർ സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് റൈബോന്യൂക്ലിക് ആസിഡ്, RNA ആൻഡ് പ്രോട്ടീൻസ്. റൈബോസോംസിൽ കാണുന്ന കമ്പോണൻസ് ആണ് റൈബോന്യൂക്ലിക് ആസിഡ്, ദാറ്റ് ഈസ് RNA ആൻഡ് പ്രോട്ടീൻസ്. ഈച്ച് റൈബോസോം ഹാസ് 2 subunits, ലാർജർ ആൻഡ് സ്മോളർ subunits. ഓരോ റൈബോസോംസിലും 2 subunits കാണാം, ഒരു ലാർജർ സബ്യൂണിറ്റും ഒരു സ്മോളർ സബ്യൂണിറ്റും. ഒബ്സർവ് ദ ഫിഗർ. റൈബോസോംസിൽ 2 subunit കാണാം, ലാർജർ സബ്യൂണിറ്റും സ്മോളർ സബ്യൂണിറ്റും. സോ റൈബോസോംസ് പ്രോകാരിയോട്സിലും കാണുന്നുണ്ട്, യൂകാരിയോട്സിലും കാണുന്നുണ്ട്. പക്ഷേ ഡിഫറൻസസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്ന് നോക്കാം.
ഫസ്റ്റ് വൺ പ്രോകാരിയോട്ടിക് റൈബോസോം, 70S റൈബോസോം. പ്രോകാരിയോട്സിൽ കാണുന്ന റൈബോസോം ഏത് ടൈപ്പാണ്? 70S റൈബോസോം ആണ്. ദ ടു സബ് യൂണിറ്റ്സ് ഓഫ് 70S റൈബോസോംസ് ആർ 50S ആൻഡ് 30S. പ്രോകാരിയോട്സിൽ കാണുന്നത് 70S റൈബോസോം ആണ്. 70S റൈബോസോമിൻ്റെ 2 സബ് യൂണിറ്റ് ആണ് 50S ആൻഡ് 30S. ഇനി യൂകാരിയോട്ടിക് റൈബോസോംസ് 80S. യൂകാരിയോട്സിൽ കാണുന്നത് 80S റൈബോസോംസ് ആണ്. ദ ടു സബ് യൂണിറ്റ്സ് ഓഫ് 80S റൈബോസോംസ് ആർ 60S ആൻഡ് 40S. 80S റൈബോസോംസിൻ്റെ 2 സബ് യൂണിറ്റ് ആണ് 60S ആൻഡ് 40S. സോ ഈ ഡിഫറൻസസ് ഓർത്ത് വെക്കുക, പ്രോകാരിയോട്ടിക് റൈബോസോം ആൻഡ് യൂകാരിയോട്ടിക് റൈബോസോം. ഇതിൽ S, what is S? Here S means Swedberg's unit, stands for the sedimentation coefficient. It is indirectly a measure of density and size. S എന്നത് സ്വെഡ്ബർഗ്സ് യൂണിറ്റ് ആണ്. റൈബോസോമിൻ്റെ ഡെൻസിറ്റി ആൻഡ് സൈസിൻ്റെ വാല്യൂ ആണ് S. സോ നെക്സ്റ്റ് ടോപ്പിക് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ റോബർട്ട് ബ്രൗൺ. യുക്കാരിയോട്ടിക് സെല്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസ് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത്, അതായത് ന്യൂക്ലിയസ് ആദ്യം കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് റോബർട്ട് ബ്രൗൺ. ഒരു സെല്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ന്യൂക്ലിയസ്. ഇനി ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ഇയർ. ഇതിൽ ആദ്യം കാണുന്നത് 3 ഡയമെൻഷണൽ ഫിഗറാണ്. സെക്കൻഡ് ഫിഗർ 2 ഡയമെൻഷണൽ ഫിഗറാണ്. ന്യൂക്ലിയർ എൻവലപ്പ്, ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ വിത്ത് എ സ്പേസ് ബിറ്റ്വീൻ കോൾഡ് പെരിന്യൂക്ലിയർ സ്പേസ്. ന്യൂക്ലിയസിനെ കവർ ചെയ്ത് കാണുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ് ന്യൂക്ലിയർ എൻവലപ്പ് ഓർ ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഇടയിലായി കാണുന്ന സ്പേസ് ആണ് പെരിന്യൂക്ലിയർ സ്പേസ്. ഔട്ടർ മെംബ്രെയിൻ യൂഷ്വലി റിമെയിൻസ് കണ്ടിന്യൂസ് വിത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഓൾസോ ബിയേഴ്സ് റൈബോസോംസ് ഓൺ ഇറ്റ്. സോ ന്യൂക്ലിയസിനെ കവർ ചെയ്ത് ഡബിൾ മെംബ്രെയിൻസ് കാണാം. ഈ 2 മെംബ്രെയിൻസിൻ്റെ ഇടയിലായി പെരിന്യൂക്ലിയർ സ്പേസ് കാണാം. ഇതിൽ ഔട്ടർ മെംബ്രെയിന് എന്തുമായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, എന്തുമായി കണക്ട് ചെയ്യുന്നുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായി കമ്പൈൻ ചെയ്യുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് മേലെ റൈബോസോംസ് കൂടി കാണാം. ന്യൂക്ലിയർ പോർസ്, ദീസ് ആർ പോർസ് സീൻ ഇൻ ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പ് ഓർ ന്യൂക്ലിയർ മെംബ്രെയിനിൽ ഒരുപാട് ഓപ്പണിങ്സ് ഓർ പോർസ് കാണാം. ആൻഡ് ദീസ് ഓപ്പണിങ്സ് ഓർ പോർസ് ആർ കോൾഡ് ന്യൂക്ലിയർ പോർസ്. ദീസ് ആർ ദ പാസേജസ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഈ പോർസിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. RNAയുടെയും പ്രോട്ടീനിൻ്റെയും ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് ന്യൂക്ലിയർ പോർസ് ആണ്. ദാറ്റ് ഈസ് ന്യൂക്ലിയർ പോർസ് വഴിയാണ് RNAയും പ്രോട്ടീനും മൂവ് ചെയ്യുന്നത്. ഓക്കെ. ന്യൂക്ലിയർ മാട്രിക്സ് ഓർ ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയസിനകത്ത് കാണുന്ന സ്പേസ് ആണ് ന്യൂക്ലിയോപ്ലാസം ഓർ ന്യൂക്ലിയർ മാട്രിക്സ്. സെല്ലിൻ്റെ അകത്ത് കാണുന്നത് സൈറ്റോപ്ലാസം, അതുപോലെ ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണുന്ന സ്പേസ് ആണ് ന്യൂക്ലിയോപ്ലാസം. അതിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് ക്രോമാറ്റിൻ. ഫസ്റ്റ് വൺ ക്രോമാറ്റിൻ, എ നെറ്റ്വർക്ക് ഓഫ് ന്യൂക്ലിയോപ്രോട്ടീൻ ഫൈബേഴ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് DNA ആൻഡ് ബേസിക് പ്രോട്ടീൻസ് ഹിസ്റ്റോൺ, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആൻഡ് RNA. ഡ്യൂറിങ് സെൽ ഡിവിഷൻ ക്രോമാറ്റിൻ ഇസ് കണ്ടൻസ് ടു ഫോം ക്രോമസോംസ്. ന്യൂക്ലിയോപ്ലാസത്തിൽ ക്രോമാറ്റിൻ നെറ്റ്വർക്ക് കാണാം. ത്രെഡ് പോലെ കാണുന്ന സ്ട്രക്ചേഴ്സ് ആണ് ക്രോമാറ്റിൻ. ക്രോമാറ്റിൻ ഫൈബേഴ്സിൽ DNA, ഹിസ്റ്റോൺ പ്രോട്ടീൻ, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇതൊക്കെ കാണാം. ഡ്യൂറിങ് സെൽ ഡിവിഷൻ ക്രോമാറ്റിൻസ് കണ്ടൻസ് ടു ഫോം ക്രോമസോം. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്ത് ക്രോമസോംസ് ഫോം ചെയ്യും. സോ ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണുന്ന സ്പേസ് ആണ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ക്രോമാറ്റിൻ. ഈ ക്രോമാറ്റിൻ പിന്നീട് കണ്ടൻസ് ചെയ്ത് ക്രോമസോംസ് ആയി മാറും. ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന മറ്റൊരു സ്ട്രക്ചറാണ് ന്യൂക്ലിയോലസ്. 1 or more നോൺ മെംബ്രാനസ് സ്ഫെറിക്കൽ ബോഡീസ്. സ്ഫെറിക്കൽ ഷേപ്പിൽ കാണുന്ന സ്ട്രക്ചറാണ് ന്യൂക്ലിയോലസ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ ന്യൂക്ലിയോപ്ലാസം. ഇറ്റ് ഈസ് എ സൈറ്റ് ഫോർ റൈബോസോമൽ RNA സിന്തസിസ്. റൈബോസോം സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് ന്യൂക്ലിയോലസ് ആണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ കവർ ചെയ്ത് ഡബിൾ മെംബ്രെയിന് കാണാം, ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഈ 2 മെംബ്രെയിൻസിൻ്റെ ഇടയിലായി പെരിന്യൂക്ലിയർ സ്പേസ് കാണാം. ന്യൂക്ലിയർ മെംബ്രെയിനിന് ഒരുപാട് ഓപ്പണിങ്സ് ഓർ പോർസ് കാണാം. ദേ ആർ കോൾഡ് ന്യൂക്ലിയർ പോർസ്. സോ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ന്യൂക്ലിയർ പോർസ് വഴിയാണ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണുന്ന സ്പേസ് ആണ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിൽ എന്തൊക്കെ കാണാം? ക്രോമാറ്റിൻ ആൻഡ് ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന ക്രോമാറ്റിൻ റെറ്റിക്കുലം ഒരു ക്രോമാറ്റിൻ നെറ്റ്വർക്ക് പിന്നീട് സെൽ ഡിവിഷൻ സമയത്ത് കണ്ടൻസ് ചെയ്ത് ക്രോമസോംസ് ഫോം ചെയ്യും. സോ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ക്രോമസോംസ്. എവറി ക്രോമസോം ഹാസ് എ പ്രൈമറി കൺസ്ട്രിക്ഷൻ centromere. On the sides of centromere, disc-shaped structures called kinetochores are present.
ക്രോമസോംസിൽ കാണുന്ന സ്ട്രക്ചറാണ് സെൻട്രോമിയർ. സെൻട്രോമിയറിൻ്റെ സൈഡിലായി കൈനറ്റോകോർസ് കാണാം. ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ, ക്രോമസോംസ് ആർ ഓഫ് 4 ടൈപ്സ്. സെൻട്രോമിയറിൻ്റെ പൊസിഷന് ബേസ് ചെയ്ത് ക്രോമസോംസിന് 4 ടൈപ്പായി ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് സെൻട്രോമിയറിൻ്റെ പൊസിഷന് ബേസ് ചെയ്താണ് ഈ ക്ലാസിഫിക്കേഷൻ. സോ വിച്ച് ആർ ദേ? മെറ്റാസെൻട്രിക് ക്രോമസോം, സബ് മെറ്റാസെൻട്രിക് ക്രോമസോം, acrocentric chromosome and telocentric chromosome. First type, metacentric chromosome, centromere in the middle forming 2 equal arms of the chromosome. ഇതിൻ്റെ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, സെൻട്രോമിയർ കാണുന്നത് മിഡിലാണ്. അതുകൊണ്ട് ക്രോമസോംസിൻ്റെ ആംസിന് ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ. സെക്കൻഡ് ടൈപ്പ്, സബ് മെറ്റാസെൻട്രിക് ക്രോമസോം, centromere slightly away from the middle of the chromosome resulting into one shorter arm and one longer arm. സെൻട്രോമിയർ കാണുന്നത് ക്രോമസോമിൻ്റെ മിഡിൽ ഭാഗത്തു നിന്നും കുറച്ച് മാറിയാണ്. അതുകൊണ്ട് ക്രോമസോംസിന് 2 ഡിഫറെൻറ്റ് ആംസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ഷോർട്ട് ആമും ഒരു ലോങ്ങർ ആമും കൂടി കാണാം. ഓക്കെ, ഇതിൻ്റെ ഫിഗർ ഒബ്സർവ് ചെയ്താൽ തന്നെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. തേർഡ് ടൈപ്പ്, ആക്രോസെൻട്രിക് ക്രോമസോം, സെൻട്രോമിയർ ഈസ് സിറ്റുവേറ്റഡ് ക്ലോസ് ടു ഇറ്റ്സ് എൻഡ് ഫോമിംഗ് 1 എക്സ്ട്രീംലി ഷോർട്ട് ആൻഡ് 1 വെരി ലോങ് ആം. സെൻട്രോമിയർ കാണുന്നത് ക്രോമസോമിൻ്റെ അറ്റത്തായാണ്. അതുകൊണ്ട് എങ്ങനെയുള്ള ആംസ് ആയിരിക്കും ഉണ്ടാവുക? ക്രോമസോംസിന് ഒരു വലിയ ആമും വളരെ ചെറിയ ഷോർട്ട് ആമായിരിക്കും കാണാം. ആൻഡ് ലാസ്റ്റ് ടൈപ്പ്, ടിലോസെൻട്രിക് ക്രോമസോം, ടെർമിനൽ സെൻട്രോമിയർ. സെൻട്രോമിയർ കാണുന്നത് ടെർമിനൽ സൈഡിലായാണ്, അറ്റത്തായാണ് കാണാം. സോ ദീസ് ആർ ദ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർഷൻസ്.